സൂരജ് വധക്കേസ് എന്ന് പറയുന്ന പേരിൽ കുപ്രസിദ്ധമായ ഒരു കൊലക്കേസ്. ആ കേസ് ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ സൂരജ് ഒരു മാർക്സിസ്റ്റുകാരനായിരുന്നു. സൂരജ് പാർട്ടി വിട്ട് BJP ചേർന്നു. ഇതാണ് പ്രകോപനം. അപ്പോൾ അയാൾ കൊല്ലപ്പെടുന്നു. അതിദാരുണമായിട്ട് ഇയാളെ കൊല്ലപ്പെടുത്തുകയാണ്. അതിലെ പ്രതികളെ, അതായത് ഒരു പ്രതി ഒഴിച്ച് ബാക്കിയുള്ള പ്രതികളെ കോടതി ശിക്ഷിച്ചു. തലശ്ശേരിയിലെ സെഷൻസ് കോടതി ശിക്ഷിച്ചു. ആ ശിക്ഷിച്ചപ്പോൾ അതിലെ ഒരു പ്രതിക്ക് മാത്രം അയാളെ, അതായത് തെളിവ് നശിപ്പിക്കുക എന്നുള്ള ഒഫൻസ് 201 IPC മാത്രമേ ഉള്ളൂ. അപ്പോൾ അയാൾക്ക് ഏതാണ്ട് 3 വർഷമായിട്ട് ശിക്ഷ കുറച്ചു കൊടുത്തു. 25,000 രൂപ ഫൈനും. ബാക്കിയുള്ള പ്രതികളെയെല്ലാം ഒരു പ്രതി വിട്ടതൊഴിച്ച് ബാക്കിയുള്ള പ്രതികളെയൊക്കെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. അപ്പോൾ ഇത് ശിക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കൊലക്കേസിൽ ശിക്ഷ വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടതൊക്കെ നമുക്ക് ചിന്തിക്കാൻ വയ്യാത്ത കാര്യമാണ്. കാരണം ഒരു കൊലക്കേസിൽ ഒരു ശിക്ഷ വാങ്ങിച്ച് ജീവപര്യന്തം തടവോടുകൂടി അവർ ജയിലിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ ഐസൊലേഷൻ പോലെ ഇവർക്ക്, അതായത് സാമൂഹ്യമായ ഒരു ഒറ്റപ്പെടൽ ഇവരനുഭവിക്കേണ്ടതായിട്ട് വരുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനല്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് വീരപരിവേഷമാണ്. ഈ റോഡിലിട്ട് വെട്ടിക്കൊല്ലുന്നവന്മാർക്കൊക്കെ ഉണ്ടല്ലോ, ഈ ഗുണ്ടകൾക്കും വൃത്തികെട്ടവന്മാർക്കും വളരെ വീരപരിവേഷം ആരാ കൊടുക്കുന്നത്? വേറെ ആരുമല്ല, ഈ രാഷ്ട്രീയ പാർട്ടിയുടെ, അതായത് CPMന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളുണ്ട്, പ്രത്യേകിച്ച് കണ്ണൂർ ഭാഗത്ത്. അതിൽ നമ്മുടെ ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന മാസ്റ്ററും അതേപോലെ തന്നെ MV ജയരാജനാണ് ഇതെല്ലാം ഏറ്റവും കറക്റ്റായിട്ട് പറയുന്നത്. MV ജയരാജൻ്റെ പ്രസ്താവന ഉണ്ട്. എനിക്ക് യഥാർത്ഥത്തിൽ ചിരി വന്നു. ഞാൻ ആലോചിച്ചത് ജനങ്ങൾ ഇത് ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഒരു കാര്യം ജനങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഈ പ്രതികളല്ല കൊലപാതകം നടത്തിയേക്കുന്നത്. അയാൾക്കറിയാം ആരാ നടത്തിയേക്കുന്നതെന്ന്. അതങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു. അവരെ ആരൊക്കെയാണെന്നൊക്കെ പറഞ്ഞാൽ പോരായിരുന്നു. പല രാഷ്ട്രീയ കൊലപാതകങ്ങളിലും എന്ന് പറയുന്ന കൊലപാതകങ്ങളിൽ, പ്രത്യേകിച്ച് ഇവർ നടത്തുന്ന കൊലപാതകങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രതികളെ ഞാൻ ശിക്ഷിച്ചിട്ടുമില്ല. അതിനകത്ത് കരഞ്ഞൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പേരെഴുതി കൊടുക്കും. അതായത് പാർട്ടി ഓഫീസറുടെ പേര് കൊടുക്കും. ആ പേര് കൊടുക്കുന്നവരാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഇൻവെസ്റ്റിഗേഷനിൽ ഈ പ്രതികളായിട്ട് കണ്ടുപിടിക്കുന്നത്. അത് പാർട്ടിക്കാർ തീരുമാനിക്കും ആരൊക്കെ പ്രതികൾ, എന്നിട്ട് അവരുടെ വീട്ടിൽ ചെലവിനൊക്കെ കൊടുത്തോളും. യഥാർത്ഥത്തിൽ ഈ കൊലപാതകം നടത്തുന്നവരെ ഇവർ പറയുന്നൊരു പേരുണ്ട് കേട്ടോ, മാടിനെ വെട്ടുന്ന ഇടപാടുണ്ടെന്ന് പറയും. മാടിനെ വെട്ടുന്ന ഇടപാട് എന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ കൊല്ലുന്ന കാര്യം പറയുന്ന മനുഷ്യനെ മാടായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ആ ഇടപാടിന് കൊണ്ടുപോകാനായിട്ട് കുറച്ച് പേരുണ്ട്. അങ്ങനെയുള്ള അവന്മാരെ ഒരുത്തനാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻഷുറൻസ് രംഗത്തുള്ള ഒരുത്തൻ ആണ് നടക്കുന്ന ഒരു ഇൻഷുറൻസ് ഏജന്റാണ്, ഒരു ആചാരബാഹുവാണ്. അവർ എത്രയോ കൊലക്കേസുകളിൽ ഇതുപോലെ മാടിന് വെട്ടാൻ കൊണ്ടുപോയിട്ടുള്ളവരെന്നറിയോ. അവസാനം ഞാൻ അകത്തിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇറങ്ങിക്കാണുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ മുമ്പ് ഇറങ്ങാമല്ലോ. അങ്ങനെ ഇറങ്ങി കാണുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഏതാണ്ട് 2004-2000 എന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും അതോട്ട് വിട്ടിട്ടുണ്ട് ഒരു മാടിനെ വെട്ടുന്ന ഒരുത്തിനെ. പേരൊക്കെ എനിക്കറിയാം, ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതേപോലെ ഉള്ള കാര്യങ്ങളാണ് ഇവർക്കറിയാം. എന്നിട്ട് അപ്പോൾ ഇവർക്കറിയാം ഇത് ആരാ കൊന്നേക്കുന്നതെന്ന് ഇവർക്കറിയാം. ഇവർ പേര് കൊടുക്കുന്നവരെന്ന് പറയുന്നത് അവർ കുഴപ്പമില്ല, വീട്ടിലെ ചെലവിനൊക്കെ കൊടുത്താൽ മതി, ഇവനെ കൊണ്ട് വേറെ ഉപയോഗമൊന്നുമില്ല, അന്നേരം പിന്നെ അവനെ അകത്തോട്ട് വിടാം. ബാക്കിയുള്ള ആളുകൾ, അതായത് എനർജറ്റിക് ആയിട്ട് ഈ മാടിനെ വെട്ടാൻ കഴിയുന്നുള്ളവന്മാരെ വെളി നിർത്തും. കാരണം അടുത്തവനെ കൊല്ലണ്ടേ. ഈ കൊലപാതകത്തിൽ കുറഞ്ഞ് ഇവർക്ക് ആർക്കും ഒന്നുമില്ല. യഥാർത്ഥ ഈ കൊലപാതക രാഷ്ട്രീയം നിർത്തണ്ടേ? എങ്ങനെ നിർത്തും? നിർത്തിയാൽ ഇവർക്ക് ആർക്കെങ്കിലും അഷ്ടി കഴിയാനുള്ള വക കിട്ടത്തില്ല. അതാ കാര്യം. ഇവർക്ക് കൊന്നേ ഒക്കുള്ളൂ, ഇവർക്ക് ആളുകളെ കൊല്ലണം. അപ്പൊ ആ രീതിയിലുള്ള ഇടപാടാണ്. അപ്പൊ അങ്ങ് പറയുക, നല്ല ഉറപ്പിച്ച് പറയുമ്പോഴേ അറിയാമല്ലോ. ഇവരൊന്നും കുറ്റം ചെയ്തവരല്ല. ഇവർ യഥാർത്ഥത്തിൽ കുറ്റം ചെയ്ത ആളുകളല്ല. യഥാർത്ഥത്തിൽ കുറ്റം ചെയ്ത ആളുകളെ അയാൾക്കറിയാമെന്ന് പറഞ്ഞു കൊടുക്കട്ടെ. ഇതേ വർത്തമാനം തന്നെയാണ് നമ്മുടെ സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത്. പാർട്ടി നയിക്കുന്ന ആളാണ് കേരളത്തിൽ കേട്ടോ. ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവരുടെ ഭാഗത്തുനിന്ന് വരുന്നത്. ഇതിനു മുമ്പ് പെരിയ കൊലക്കേസ് കണ്ടു. പെരിയ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് അവരെ മാലയൊക്കെ ഇട്ട് റെഡിയാക്കി ജയിലിലേക്ക് കയറ്റി വിടുകയാണ് കേട്ടോ. ചന്ദനമൊക്കെ തൊട്ട് അവർ കുറി തൊടുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് അല്ലാതെ ബാക്കി എല്ലാ പണിയും വളരെ ആശീർവദിച്ച് അകത്തോട്ട് കയറ്റി വിടുന്നുണ്ട്. ഞങ്ങളുണ്ട്, എല്ലാം റെഡിയാക്കിക്കൊള്ളാം. ഇവർ ബക്കറ്റ് പിരിവും അതും ഇതൊക്കെ നടത്തും. ബക്കറ്റ് പിരിച്ചുകൂടാത്തത് ആശാവർക്കർമാർ മാത്രമേ ഉള്ളൂ. ഇവർക്ക് പിരിക്കാം. ബക്കറ്റ് പിരിവ് ഇവരുടെ വകയാണ്. ഇവർ ബക്കറ്റിനകത്ത് ഇവർക്കെല്ലാം ബക്കറ്റാണല്ലോ ഏത് കാര്യത്തിന്.
വെള്ളക്കോരായാലും ബക്കറ്റ്, അതുപോലെ പിരിവിനായാലും ബക്കറ്റ്, അത് ഇവർക്കേ ഉള്ളൂ, വേറെ ആർക്കും ഇല്ല ബക്കറ്റ്. വേറെ ആർക്കും ബക്കറ്റ് പാടില്ല. ഇവർ അത് പിരിച്ച് ഇവൻ്റെ വീട്ടിലെല്ലാം ചിലവിന് കൊടുക്കും. അപ്പം ഞങ്ങളുണ്ട് കൂടെ, അത് മതി. അപ്പോൾ ഇവരെ വിജയശ്രീയിൽ ആളുതരായിട്ട് ഇവർ ഇറങ്ങി, അവർ വലിയ ഗമയിൽ ചിരിച്ച് റെഡിയായി ജയിലിലേക്ക് കയറുകയാണ്. അവിടെ സുവാസമാണ്, അവിടെ നല്ല ഒന്നാന്തരം ആഹാരം കിട്ടും, യാതൊരു കാര്യമുള്ളതല്ല, ഒന്നുമില്ല. അവരെ ആരെയും അടിക്കത്തും ഉപദ്രവിക്കത്തൊന്നുമില്ല. കാരണം രാഷ്ട്രീയ പരിവേഷമുണ്ട് അവർക്ക്. മാത്രമല്ല ഇവർ സ്വന്തക്കാരാണ് ഇവരുടെ. അത് കാരണം അവർക്കൊന്നും ദേഹോപദ്രവം ഒന്നും കിട്ടുകയില്ല. കൂട്ടുപ്രതികളൊന്നും മറ്റു പ്രതികളൊന്നും അവിടെ കിടക്കുന്നവരൊന്നും ഇവരെ അടിക്കത്തില്ല, അങ്ങനൊന്നും ചെയ്യത്തില്ല. ജയിൽ പുള്ളികളൊന്നും ഇവരൊന്നും ചെയ്യത്തില്ല. ഇത് പാവങ്ങളെ മാത്രമേ ഉപദ്രവിക്കൂ അവന്മാർ. അപ്പം അതേപോലെയാണ് ഇതേപോലെ അവരെ മാലയിട്ട് അകത്തോട്ട് ആനയിക്കുന്ന നമ്മൾ കണ്ടതാണ്. ഇത് അടുത്ത കൊലക്കേസ് വന്നു. അവിടെ ഇതേപോലെ ആനയിച്ച് ഈങ്കിലാവൊക്കെ വിളിച്ച് എല്ലാം റെഡിയായി, ആ കൈയൊക്കെ അങ്ങോട്ട് പിടിച്ച് മുഷ്ടി ഉരുട്ടി മേളിലേക്ക് മുദ്രാവൊക്കെ വിളിച്ച് കയറ്റി വിടുകയാണ്. എന്തെന്നറിയോ, നിങ്ങൾക്ക് കയറിപ്പോ, നിങ്ങൾ കൂടെ ഇപ്പം ഞങ്ങളുണ്ട്, എല്ലാം റെഡിയാണ്, എല്ലാം ശരിയാണ്. ഈ ഈ ഇങ്ങനെ ഇതിന് വശംവദരാകുന്നവന്മാരും അറിയുന്നില്ല അവൻ്റെയൊക്കെ ജീവിതം നശിക്കുകയല്ലേ. ഇവനിങ്ങനെ ജയിലിൽ കിടക്കണം, ഇവൻ അവിടെ കിടക്കുകയാണല്ലോ, അവൻ്റെ വീട്ടിലൊക്കെ നടക്കുന്ന എന്ത് സംഭവങ്ങളാണെന്ന് അവനറിയാം. ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇത് പറയുന്നതാണ്. ഈ ജയിൽ പുള്ളികളുമായിട്ട് എനിക്ക് ഒരുപാട് സംസാരിക്കാനും ഇടപഴകാനും ഒക്കെ ആയിട്ടുള്ള ഇടയുണ്ടായിട്ടുണ്ട്. എൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായിട്ട് അവർ പലരും എൻ്റെ അടുത്ത് കരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ, പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ തടവ്, നമ്മൾ ഈ പറയുന്ന ഈ കൊലപാതകങ്ങളെന്ന് പറയുന്നതിൽ ഉൾപ്പെടെയുള്ള പ്രതികളാണ്. അവർ പറയും, അത് സാറ് വീട്ടിൽ ഭാര്യയും മോളും മാത്രമേ ഉള്ളൂ. അതേ ഉള്ളൂ, നീ ആലോചിക്കണമായിരുന്നു നേരിട്ട്. അല്ല, അത് പറ്റിയില്ല, ഞാനായിപ്പോയി. കാരണം എന്താ, അവിടെ വേറെ ആളുകൾ കയറി നിരങ്ങുന്നു, വേറെ നിവൃത്തിയില്ല അവൻ്റെ സങ്കടം ആര് തിരിച്ചറിയും? ഇവരൊക്കെ അത് മനസ്സിലാക്കണം. അവന് ഭാര്യയുണ്ട്, മക്കളുണ്ട് എന്നൊക്കെ അവൻ തിരിച്ചറിയണം. ഇത് ഒന്നും മനസ്സിലാക്കത്തില്ല ഇവർ കേട്ടോ. ഇവർ നേതാക്കളുടെ ഈ പറയുന്നതിലെ മുഷ്ടി ചുരുട്ടുന്നതിൽ അങ്ങോട്ട് വിളിക്കുന്ന ഇംഗ്ലാബിൽ ആകർഷിക്കപ്പെട്ട് അങ്ങ് പോവുകയാണ്. അവസാനം പോയി കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ഒരുത്തൻ പാർട്ടി മാറി, അവന് അവകാശമില്ല. അത് അവൻ പാർട്ടി മാറി എന്ന് പറഞ്ഞാൽ അവൻ വിശ്വസിക്കുന്നത് അവൻ മാർക്സിസ്റ്റ് പാർട്ടിയല്ല, അവന് BJP വേണം. അതെന്താ BJP പോയിക്കൂടെ ആളുകൾക്ക്? അപ്പോൾ BJP നല്ല പാർട്ടിയാണെന്ന് ഞാൻ പറയുന്നില്ല, അവർ ഇതിനപ്പുറം ചെയ്യുന്നവന്മാരാണ്, എല്ലാം കൊള്ളരുതാത്തതാണ്. ഏത് രാഷ്ട്രീയമായാലും അത് തന്നെയുള്ളൂ. എല്ലാ രാഷ്ട്രീയക്കാരെയും നമ്മൾ കാണുന്നത് നാറ്റക്കേസെന്ന് നമുക്ക് പറയാവുന്നതാണ് അവിടെ നമ്മൾ കാണുന്നത്. കാരണം ഇന്നത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ കക്ഷി രാഷ്ട്രീയം അങ്ങനെ ആയി. രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതല്ല ഇന്ന് ഇവർ ചിന്തിക്കുന്നത്. ഇവരെ അധികാര രാഷ്ട്രീയം എങ്ങനെ യവന്മാരെ പിടിച്ചിറക്കിയിട്ട് അടുത്തവർ കയറണം. എന്തിനാണ്? യവന്മാർ കൊള്ളയടിക്കുന്നതിന് പകരം അവന്മാർ കൊള്ളയടിക്കാനാണ്, അല്ലാതെ നല്ല കാര്യത്തിനൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ കൂടാണ് നമ്മുടെ നിയമവാഴ്ച അംഗീകരിക്കാത്ത കാര്യം. യഥാർത്ഥത്തിൽ ഇതെല്ലാം കോട്ടലക്ഷ്യമല്ലേ. കോടതി ശിക്ഷിച്ചു വിട്ടേക്കുന്ന പ്രതികൾ അവർ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടു, ശിക്ഷിച്ചു. അങ്ങനെയുള്ള പ്രതി അവൻ നിരപരാധിയാണ് എന്ന് ഇവിടെ നിങ്ങൾ വിളിച്ചു പറയാണ്. അതിന് കൊണ്ടുപോയി അപ്പീൽ കൊടുക്കണം. അല്ല, നിരപരാധി ശിക്ഷിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വരുന്ന ഈങ്കലാം വിളിച്ചാൽ ഒക്കത്തില്ല. അല്ലെങ്കിൽ ഇവർ പറഞ്ഞു കൊടുക്കണം ആരൊക്കെയാണെന്ന്. അത് ഈ പാർട്ടി ആഫീസിൽ നിന്ന് എഴുതി കൊടുക്കുമ്പോൾ തുണ്ടെഴുതി കൊടുക്കുമല്ലോ പ്രതികളുടെ പേര്, ഉള്ളവന്മാരുടെ പേര് എഴുതി കൊടുക്കുക. അത് കൊടുക്കാൻ ഒക്കത്തില്ലല്ലോ. കാരണം അവന്മാർ വീണ്ടും ആവശ്യമുണ്ട്, അവരെ വെളിയിൽ നിർത്തണം. അങ്ങനെ നിർത്തുമ്പോൾ ഈ അകത്ത് പോകാൻ അവന്മാർ വലിയ ക്രിമിനൽസ് ആണ്, അല്ലെങ്കിൽ അവന് തയ്യാറാവൂ ഇത് ഏറ്റെടുക്കാൻ. അത് ജനങ്ങളൊന്ന് ഇതൊക്കെ ഒന്ന് തിരിച്ചറിയണം. ഇവരുടെയൊക്കെ ഈ ഇടപാടുകളുണ്ടല്ലോ ഒന്ന് തിരിച്ചറിയുക.